ഇതിനെ പറ്റിയെല്ലാം ഷോപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു അധ്യാപകൻ, എന്തെല്ലാമോ പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അറിയാം. സുരേഷ് സാർ പിന്നെ ഒരുമ്പെട്ട് ഇറങ്ങിയ ആളാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം നേരിടേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഒരു സ്കൂളിലെ ഒരു അധ്യാപകൻ ഇങ്ങനെ DOയുടെ കൂടെ കാര്യങ്ങളെല്ലാം നടത്തുന്നതിൻ്റെ ഒരു വലിയ ആളായിട്ട് നടക്കുന്നു എന്നുള്ള നിലയിൽ വലിയ ആൾ ചമയുക എന്നുള്ള ഒരു അർത്ഥത്തിൽ പലരും സംസാരിക്കുന്നത് കേൾക്കാനിടയായി. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ്, ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെയുമല്ല, സ്വന്തം മക്കളെ വളർത്തുന്നത് പോലെ മാത്രമല്ല, സ്വന്തം കുടുംബകാര്യത്തിനപ്പുറമായി സ്വന്തം കാര്യമായിട്ട് അത് ഏറ്റെടുത്ത് ഇന്ന് വരെയും അതിനെ കൊണ്ടു നടക്കാനുള്ള ഒരു ബുദ്ധിയും മനസ്സും സവിശേഷമായ പ്രവർത്തന ശൈലിയും കാഴ്ചവെച്ചിരിക്കുന്ന വടേക്കണ്ടി നാരായണൻ സാറിനെ ബഹുമാനിക്കുന്നു. അദ്ദേഹം നമുക്ക് അനുയായികളാണ് നമുക്ക് വേണ്ടത്. അനുയായികൾ ഇല്ലാത്തത് കൊണ്ടാണ് ലീഡർമാരില്ലാത്തത്. ലീഡർമാർ ഉണ്ടാവാൻ വേണ്ടി, ലീഡർമാരെ ഉണ്ടാക്കാൻ വേണ്ടി നല്ല അനുയായികൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നല്ല അനുയായികളിലൂടെ മാത്രമേ ഒരു വലിയ പ്രസ്ഥാനം രൂപപ്പെടുകയുള്ളൂ. ഒരു വലിയ പ്രസ്ഥാനം വിജയയാത്ര നടത്താൻ സാധ്യമാണ്. സേവിൻ്റെ ഇന്ന് വരെയുള്ള സൗഭാഗ്യത്തിന് പലരും കാരണക്കാരാണ്. ഷൗക്കത്തിനെ പറ്റി ഞാൻ പറയേണ്ടതില്ല. ഷൗക്കത്തിനെ പരിചയപ്പെടുത്തേണ്ടവർ പരിചയപ്പെടുത്തട്ടെ. ഷൗക്കത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ എൻ്റെ കൂടെയുണ്ട്, ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഷൗക്കത്ത് ഒരിക്കലും വിട്ടു പോയിട്ടില്ല. അപ്പോൾ ഷൗക്കത്തും നാരായണ സാറിനും സുരേഷിനും ബലം കൊടുക്കുന്ന ഒരു മൂന്ന് പില്ലേഴ്സായിട്ട് നിന്നുകൊണ്ട്, നാലാമതൊരു പില്ലർ എന്ന് പറയുന്നത് പൊതുസമൂഹമായിട്ട് നിൽക്കുന്നു. ടീച്ചർമാർ മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്ന സഹകരണം, ഇവിടെയുള്ള അധ്യാപകരെ ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ, നാരായണൻ സാറിനെ പോലെ തന്നെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് അധ്യാപകരുള്ളത് കൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം